പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ബുധൻ്റെ രാശിചാരം. ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1799 ഇടവമാസം 31-ാം തീയതി 2024 ജൂൺ 14-ാം തീയതി രാത്രി 11:15 മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള സംക്രമവും ജൂലൈ 15-ാം തീയതി പുലർച്ചെ 12:20 ഏതായാലും ഒരാശാവഹമായ മാറ്റമാണ് ബുധനുള്ളത്. കാരണം ബുധൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു, മിഥുനത്തിലേക്ക് വരുന്നു, സ്വഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ. ആർക്കും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബലമുണ്ടാവുമല്ലോ. ആ ബലം ബുധനും സ്വന്തം ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നതാണ്. വികഥന ശാസ്ത്രകലാ വിദഗ്ധ എന്നാണ് ബുധൻ്റെ ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രകലാ വിദഗ്ധ, തൻ്റെ ശാസ്ത്രത്തിലും കലയിലും വൈദഗ്ധ്യം പ്രകടിപ്പിക്കും. വികഥന, ധാരാളം സംസാരിക്കും, വ്യർത്ഥമായിട്ട് സംസാരിക്കും എന്നൊരർത്ഥവുമുണ്ട്. എന്നാലും സംസാരത്തിൻ്റെ ഗ്രഹമാകുന്നു ബുധൻ, അത് ബുദ്ധികാരകനാകുന്നു. വചനം ജ്ഞാനം ഇന്തോസ്തനുജ, വാക്കും അറിവുമാണ് ബുധൻ. ആ ബുധൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ഗുണകരമാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. മേടം രാശിക്കാർക്ക് ഈ ബുധൻ വളരെ ഗുണമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ൽ ബുധൻ വന്നാൽ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞത്. നല്ല വ്യാപാരികളുമായുള്ള ബന്ധം സമ്പാദിക്കുവാൻ ഈ ബുധൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഭൂമി വ്യവഹാരം നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് ഏറ്റവും നല്ല സമയമാണ്. താനൊരു മഹാവൃക്ഷവും സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തന്നെ ചുറ്റുന്ന ഒരവസ്ഥയും മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഇടവൻ രാശിക്കാർക്ക് 2-ലെ ബുധൻ ധനപരമായി നല്ല ഒരു സമയത്തെ പ്രദാനം ചെയ്യുന്നു. 2-ലെ ബുധൻ ധനി എന്നാണ് പറഞ്ഞത്. ബുധൻ ഗാംബ്ലറാണ്. ആകസ്മികമായ ധനലാഭങ്ങൾ തരുന്ന ഒരേ ഒരു ഗ്രഹം ബുധൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗ്രഹം ശുക്രനാണ്. പലപ്പോഴും ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ബുധൻ്റെ സ്വാധീനം നമുക്ക് സ്പഷ്ടമായി ദർശിക്കുവാൻ കഴിയുന്നതാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ ബുധൻ സദസ്സിൽ ശോഭിക്കുവാനുള്ള ഒരു വലിയ അവസരം കൈവരുത്തുന്നതാണ്. പ്രാസംഗികർക്കും പ്രസംഗ പരിശീലകർക്കും ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമാണ്. ഇനി മിഥുനം രാശിക്കാർക്ക് സ്വന്തം ക്ഷേത്രത്തിലുള്ള ബുധനാണ്. ആ ബുധൻ ഏത് യുക്തിയും ആർക്കും ഉപദേശിച്ചു കൊടുക്കുവാനുള്ള ഒരവസരം കൈവരുന്ന സമയമാകുന്നു. നല്ല ഒരു കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുവാൻ ഈ സമയം വളരെ ഗുണമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകുവാനുള്ള ഏറ്റവും നല്ല സമയമാണ്. അവരുടെ വിദ്യാഭ്യാസ ലോണ് ലഭിക്കുക, ധാരാളം നല്ല കാര്യങ്ങൾ മിഥുനം രാശിക്കാർക്ക് ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ശ്രദ്ധിക്കുക, അവരുടെ വിലപ്പെട്ട രേഖകൾ യാത്രയിൽ മറന്നു പോവുക, അതിൻ്റെ പേരിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അനാവശ്യമായിട്ട് മധ്യസ്ഥം പറയുവാനോ ചർച്ചക്കോ ഈ കർക്കിടകൻ രാശിക്കാർ ഈ ബുധൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന കാലത്തോളം മാറി നിൽക്കുന്നത് ഉത്തമമാണ്. ഇനി ചിങ്ങൻ രാശിക്കാർക്ക് ഈ 11-ലെ ബുധൻ ഏറ്റവും നല്ലതാകുന്നു. വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നു. സന്താന ശ്രേയസ് ഉണ്ടാകുന്നു. ധനപരമായി ധാരാളം അനുകൂല സ്ഥിതി തരുന്ന ബുധനാകുന്നു മിഥുനത്തിലെ ബുധൻ ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം. ഇനി കന്നിരാശിക്കാർക്ക് കർമ്മമേഖലയിൽ ഏറ്റവും നല്ല സമയമാകുന്നു 10-ലെ ബുധൻ. പല മംഗള കർമ്മങ്ങൾക്കും സാക്ഷിയാകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനോ ഈ മിഥുനത്തിലെ ബുധൻ വളരെ അനുകൂലമാണ്. ജ്യോതിഷം പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റ് വിദ്യകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാകുന്നു ഈ ബുധൻ. ഇനി തുലാം രാശിക്കാർക്ക് ബുധൻ വളരെ ഗുണമാണ്. തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കുന്നു. തൻ്റെ കുലത്തിനെ ദ്യോതിപ്പിക്കുന്ന പല കർമ്മങ്ങളുടെയും ഭാഗവാക്കാകാൻ 9-ലെ ബുധൻ അവരെ സഹായിക്കുന്നു. ഏത് പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെയും തൻ്റെ ആ സംസാരത്തിലൂടെ അനുകൂലമാക്കിയെടുക്കുന്നു. അതുകൊണ്ട് നല്ല ചർച്ച, മധ്യസ്ഥത ഇത് വഹിക്കാനൊക്കെ തുലാം രാശിക്കാർക്ക് ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമാണ്. ഇനി വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ഏത് ഗ്രഹവും 8-ാം ഭാവത്തിൽ വളരെ ദോഷമാണ്. പക്ഷേ അഷ്ടമത്തിലെ ബുധൻ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാണ്. വിശ്രുത ഗുണാഹ,
തൻ്റെ ഗുണങ്ങളാൽ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദേശം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാകുന്നു ഈ ഒരു വാരം. ജോലിയായാലും ഹയർ സ്റ്റഡീസ് ആയാലും മറ്റ് യാത്രകളായാലും വളരെ അനുകൂലമായ ഒരു സമയം വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. പിന്നീട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും നല്ല സമയമാണ്. യാത്രക്ക് വളരെ അനുകൂലമാണ്. കർമ്മമേഖലയിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാനാവുന്ന സമയമാണ്. വളരെ അനുകൂലമാകുന്നു ധനുരാശിക്കാർക്ക് 7ാം ഭാവത്തിൽ ഭദ്രമഹായോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ. ശ്രദ്ധിക്കേണ്ടത് മകരൻ രാശിക്കാരാണ്. ആ ബുധൻ ഭാഗ്യാധിപനായി 6ാം ഭാവത്തിൽ നിൽക്കുന്നു. തൻ്റെ പിതാവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. രേഖാപരമായ തർക്കത്തിൽ ഏർപ്പെടുന്ന സമയമാണ്. പൈതൃകമായ ദുരിതങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കുക. തർക്കങ്ങൾക്കോ കലഹങ്ങൾക്കോ പോകാതിരിക്കുക. അസമയത്തുള്ള യാത്ര പോലും മകരൻ രാശിക്കാർ ഒരു മാസം ചെയ്യാതിരിക്കുക. ഈ ബുധൻ മാറുന്നത് വരെ. ഇനി കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ബുധൻ വളരെ നല്ല ഒരു സമയമാകുന്നു. ഹയർ സ്റ്റഡീസിന് അനുകൂലമായ സമയമാണ്. ഗാംബ്ലിംഗ് ലോട്ടറിയിലൊക്കെ കിട്ടുന്ന സമയമാണ്. പഠന വിഷയത്തിലായാലും വളരെ അനുകൂലമാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുംഭൻ രാശിക്കാർക്ക് ഈ ബുധൻ പ്രദാനം ചെയ്യുകയില്ല. ഇനി മീനം രാശിക്കാർക്ക് ബുധൻ്റെ മാറ്റം ഗൃഹനിർമ്മാണത്തിനുള്ള ഒരു വലിയ താല്പര്യം കൈവരുന്ന സമയമാകുന്നു ഈ ബുധൻ്റെ മാറ്റം. ഭൂമി വാങ്ങാം, അല്ലെങ്കിൽ കുറ്റിയടിക്കാം. നല്ല ദിനങ്ങൾ നോക്കി അനുകൂലമായി തീരുമാനിക്കുക. പക്ഷേ മിഥുന മാസം നാം കുറ്റിയടിക്കാറില്ല. അത് വാസ്തുപുരുഷൻ ഉറങ്ങുന്ന മാസമാകുന്നു. മിഥുനം, കന്നി, ധനു, മീനം ഈ രാശികളിൽ പ്രായണ വാസ്തുപുരുഷൻ ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് കോൺ മാസങ്ങളിൽ നാം കുറ്റിയടിക്കാറോ അല്ലെങ്കിൽ കട്ടില വെപ്പോ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ നാം വ്യാപരിക്കാറില്ല. ഇനി ഞാൻ ദോഷം പറഞ്ഞ രാശിക്കാർ എങ്ങനെ ഈ ബുധൻ്റെ പ്രീതി സമ്പാദിക്കും? ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളാകുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ വെണ്ണ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല വഴിപാടുകൾ. ശത്രുദോഷമുള്ള പല രാശിക്കാരുമുണ്ട്. അവരെ സംബന്ധിച്ചോളം നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. വിവാഹ വിഷയത്തിൽ മക്കൾക്ക് വേണ്ടി കാലെടുത്ത് വയ്ക്കുന്ന മാതാപിതാക്കൾ ലക്ഷ്മി നരസിംഹ സ്വാമിക്ക് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. എല്ലാം അനുകൂലമായി വരട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ബുധൻ്റെ രാശിചാരം വളരെ അനുകൂലമായ ഒരവസ്ഥയെ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.